السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم سهل لنا سفورنا إلى مقصدنا من غير مشقة ولا ضيق ولا هم ولا حزن يا أرحم الراحمين. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഇതിന് നേതൃത്വം വഹിക്കാനൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന സാദാത്യങ്ങൾ പ്രത്യേകിച്ച് ബഹുമാനപൂർവ്വം കാണുന്നു. അതുപോലെ പണ്ഡിതന്മാരുണ്ട്, അതുപോലെ നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പഠിതാക്കളായ സഹോദരിമാരുണ്ട്. അങ്ങനെ ഒട്ടനവധി ഗ്രൂപ്പുകളിലൂടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നു. എല്ലാവരെയും ബഹുമാന പുരസ്സരം ആദരവോടെ കാണുന്നു. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് നാം വുളുഇന്റെ സുന്നത്തുകളാണ് ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. ബാക്കി നമുക്ക് നോക്കാം. ചില പ്രത്യേകമായ മസലകളാണ് ഇന്ന് അതിൽ പറയുന്നത്. അതിന്റെ ഗൗരവത്തോടു കൂടെ അതിനെ നമുക്ക് കാണാം, മനസ്സിലാക്കാം, പഠിക്കാം, ജീവിതത്തിൽ പകർത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് പലപ്പോഴും നമ്മുടെ ഈ ഒരു ഡെസ്കിൽ മാത്രം ഒതുങ്ങുകയല്ല, മറ്റ് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ദീനി ദഅവത്താണ്. എത്തിക്കേണ്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നു, ആരൊക്കെയോ പരിശ്രമിക്കുന്നു. അതിനൊക്കെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അത് കിട്ടും. അള്ളാഹുവിന്റെ ആ അനുഗ്രഹമായ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചൊരു സന്തോഷിക്കാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടട്ടെ. അതായിരുന്നല്ലോ സയ്യിദി മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന നമ്മൾ എല്ലാവർക്കും ഭാഗവാക്കാവാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ അക്കാര്യത്തിലൊരു കൂട്ടത്തിലെ കാര്യം പറയാൻ, ഇതുവരെയും എവിടുന്നും ഒന്നും, അതായത് ക്ലാസിന്റെ ഷെയർ ചെയ്ത് അവിടെ ഫുള്ള് കേൾപ്പിച്ചില്ല, അല്ലെങ്കിൽ പകുതി കേൾപ്പിച്ചു, അല്ലെങ്കിൽ ചിലത് മനസ്സിലാവാത്ത വന്നു എന്നുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഭാഗങ്ങളെ കുറഞ്ഞ് ഭാഗം എടുത്തിട്ട് അത് അടർത്തിയെടുത്തിട്ടോ മറ്റോ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് അപകടമോ അല്ലെങ്കിൽ അസ്വാഭാവികതയോ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുന്ന രീതിയിൽ ക്ലിപ്പുകളോ മറ്റോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശ്രമമുണ്ടെങ്കിൽ അത് എല്ലാവരും കരുതിയിരിക്കണം. അതൊരിക്കലും ശ്രമിക്കരുത്. ഒരു ചെറിയ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെയാണ് വന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആ അറിഞ്ഞവർ അവർ തന്നെ ആരോഗ്യകരമായിട്ട് കൈകാര്യം ചെയ്യുകയും ആ ക്ലാസ് ഫുള്ളായിട്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് കാര്യം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ആ ഷെയർ ചെയ്തവർ മാപ്പ് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഇതിൽ ശക്തരായിട്ടുള്ള നല്ല പഠിതാക്കളും ശ്രദ്ധിക്കുന്നവരുമായ എൻ്റെ വേണ്ടപ്പെട്ടവർ അക്കാര്യം ശ്രദ്ധിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ എവിടെയെങ്കിലും ചെയ്തെങ്കിൽ അതപ്പോൾ തന്നെ തിരുത്തി മനസ്സിലാക്കി കൊടുക്കണം എന്നതും, അതുപോലെ ആര് എവിടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആ ഫുള്ള് ക്ലാസ് ഷെയർ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതല്ലാതെ അതിലുള്ള ഒന്നോ രണ്ടോ വരികളോ മറ്റോ അല്ലെങ്കിൽ പൂർണ്ണമാവാതെയോ മറ്റോ എടുത്തിട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇതൊരു കിതാബ് ഇബാറത്തുകളെ കൊണ്ടൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഭാഗം ബാക്കി അവിടുന്ന് കിട്ടാതെ ചിലപ്പോൾ ആദ്യ ഭാഗമാവുമ്പോൾ വളരെ എതിരായിട്ട് തോന്നിപ്പോവും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു എന്നതും അറിഞ്ഞു. അങ്ങനെ ചെറിയൊരു മൈനസ്, അല്ലാതെ വളരെ വലിയ വിഷയമൊന്നും അല്ല. പക്ഷെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾ അവരത് പറഞ്ഞു കൊടുത്തു, അത് തിരുത്തിച്ചു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തുണ്ട്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും പറയാനുള്ളത്, ഏതൊരു ക്ലാസ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നവർ അവരത് ഫുള്ള് കേൾക്കുകയും കേട്ടതിന് ശേഷം അത് ഫുള്ളായി എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അത് കൊടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് വുളുവിന്റെ സുന്നത്തുകൾ. അതിൽ ഫായിദത്തുൻ എന്നിട്ടിട്ടാണ് ഇന്ന് നമുക്കൊരു വിഷയം പറയാനുള്ളത്. ഫായിദത്തുൻ അവിടെ
പറയുന്ന വിഷയം യഹ്റുമു തതഹുറു ബിൽ മുസബ്ബലി ലിശ്ശുർബി വകദ ബിമാഇൻ ജഹില ഹാലുഹു അലൽ ഔജുഹി വകദ ഹംലു ഷൈഇൻ മിനൽ മുസബ്ബലി ഇലാ ഗൈരി മഹല്ലിഹി. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അതാണ് ഫായിദത്തുൻ, വളരെ ഉപകാരപ്രദമായ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം എന്ന് പറയാം. ഒന്നുകൂടി വിഷയം മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ഗൗനിക്കാതെ പോകുന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എന്താ പറയുന്നത്, നമ്മുടെ പള്ളികളിലും അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ കേരളത്തിലെ വെള്ളത്തിന് നമുക്ക് വലിയ ക്ഷാമം ചില സമയങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അത് അനുഭവപ്പെടാനുള്ള സമയമായി. അങ്ങനെയാണ്, എല്ലാ ഏരിയകളിലുമല്ല പറയുന്നത്. അപ്പോ മുസബ്ബലായ വെള്ളം എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്ത വെള്ളം, അതായത് വുജൂബായ ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രം വഖഫ് ചെയ്യപ്പെട്ട വെള്ളം. ആ വെള്ളം അതല്ലെങ്കിൽ കുടിക്കാനും വേണ്ടിയിട്ട് വഖഫ് ചെയ്ത വെള്ളം ഉണ്ടാവും. മനസ്സിലാക്കണം. ആളുകളുടെ ദാഹശമനത്തിന് വേണ്ടിയിട്ട് വഴിയരികളിലും മറ്റുമൊക്കെ ടാങ്കും മറ്റും സ്ഥാപിച്ചിട്ട് കുടിക്കാനും വേണ്ടി വെക്കുന്ന വെള്ളങ്ങളുണ്ടാവും. അത് മുസബ്ബലാണ്. എന്ന് വെച്ചാൽ പൊതുജന ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി വഖഫ് ചെയ്യുന്ന വെള്ളമുണ്ട്. ആ വെള്ളം എടുത്തിട്ട് അവിടുന്ന് നമ്മൾ ശുദ്ധീകരണം നടത്തുക, കുളിക്കുകയോ അതല്ലെങ്കിൽ വുളു ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വിഷയം അത് ഹറാമാണ്. മാത്രമല്ല അങ്ങനെയുള്ള വെള്ളം അത് എടുത്തിട്ട് നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക, അത് ചുമന്നു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ട് കുടിക്കാൻ അല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെയും അത് വളരെ തെറ്റാണ്, അത് ഹറാമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം. ഉദാഹരണത്തിന് നമ്മളെ പള്ളികളിലും വെച്ച വെള്ളം അത് വുളൂ ചെയ്യാൻ ഉള്ള വെള്ളമാണ്, അതവിടെ കുളിക്കാനുള്ള വെള്ളം അല്ലല്ലോ. നമ്മൾ സാധാരണ വരുന്ന ആളുകൾ, പള്ളിയിലെ ഉസ്താദിന് കുട്ടികൾക്ക് കുളിക്കാൻ അതവിടെ വഖഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് കുളിക്കാനുള്ളതല്ല. അപ്പോൾ നമ്മളവിടെ കുളി ചെയ്യാൻ പാടില്ല. അതുപോലെ വുളൂ ചെയ്യാനായി വെച്ചത് വുളൂവിന് മാത്രമേ ഉപയോഗിക്കാവൂ, കുടിക്കാനായിട്ട് വെച്ചത് കുടിക്കാനേ ഉപയോഗിക്കാവൂ. ഇനി ഒന്നും കൂടി അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോ അവിടെ നിന്ന് വെള്ളം ചുമന്നിട്ട്, അതായത് പള്ളിയിലും മറ്റുമൊക്കെ വഖഫ് ചെയ്ത വെള്ളം, ആ വെള്ളം എടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ പള്ളിയുടെ അടുത്തായിരിക്കും മഖബറകൾ ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ വല്ല പച്ചച്ചെടികളോ മറ്റോ കുഴിച്ചിടും. അപ്പൊ അതിലേക്ക് വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ നനക്കാൻ ഉപയോഗിക്കും. വാസ്തവത്തിൽ അത് ചെറിയ ഒരു ലേശം, ഒരു പാട്ട രണ്ട് പാട്ട വെള്ളമൊക്കെ വേണ്ടിയുള്ളൂ. പക്ഷെങ്കിൽ ആ വെള്ളം, പള്ളിയിലെ വെള്ളം യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ട് വഖഫ് ചെയ്തതല്ല. ഇനി അങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിലും ആ മഹല്ല് നിവാസികളുടെ മുഴുവനും അവരുടെ തൃപ്തി അതിൽ വേണ്ടതാണ്. കാരണം അത് ഒരാൾക്കുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി വെച്ചതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താ, പള്ളിയിലെ വെള്ളം എടുക്കേണ്ട, നമ്മൾ ഉപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടയുടെ കബറങ്ങനെ ചെടി കുത്തിയിട്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പാട്ട വെള്ളം അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്തു കൊണ്ടിട്ട് അത് ഒഴിച്ചാൽ മതി. എന്നാൽ ഈ വിഷയാർത്ഥികൾ, അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി വെള്ളം കുറഞ്ഞ ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ പോയിട്ട് 3-4 പ്രാവശ്യം കഴുകാണ്ട് വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. 3 പ്രാവശ്യത്തിൽ കൂടുതൽ സാധാരണ നമ്മുടെ പള്ളികളിൽ നിന്നും എടുക്കാൻ പാടില്ല. മറ്റൊന്ന്, നമ്മുടെ പള്ളികളിലൊക്കെ വെക്കുന്ന പൈപ്പുണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. ഈ പൈപ്പിൽ നിന്ന് വുളു ചെയ്യുന്ന സമയത്ത് മുഖം കഴുകാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചാൽ പിന്നെ കൈ കഴുകുന്നത് വരെ അത് ഓപ്പൺ ആക്കിയിടാം. ആ വെള്ളം ഇങ്ങനെ സുറച്ചിൽ പോയിക്കൊണ്ടിരിക്കാം. തെറ്റാണ്, തെറ്റാണ്, വളരെ തെറ്റാണ്. മുഖം കഴുകാൻ വേണ്ടി എടുത്താൽ ആ വെള്ളം പതിയെ അത് പൂട്ടുക, എന്നിട്ട് മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തുറന്നിട്ട് എടുക്കുക അടുത്ത വെള്ളം. അല്ലെങ്കിൽ ഒരു വുളു ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വെള്ളം നമ്മൾ 3 പേർക്ക് എടുക്കേണ്ടുന്ന വെള്ളം ദുരുപയോഗം ചെയ്യുമ്പോൾ അവിടെയും ഇത് വരും. നമ്മൾ പറയുമ്പോൾ ഇത് ചെറിയ വിഷയമാണ്, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ എന്ന് ചിന്തിക്കുകയല്ല, അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈൻ ബിൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് അവരുടെ ബർസഖിയായ ജീവിതം സുഖകരത്തിലും സന്തോഷത്തിലുമാക്കട്ടെ, നമ്മയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ, അവരുടെ പ്രാർത്ഥന പോലെ. അതാണ് പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ പൈപ്പ് തുറക്കുക, ആ പൈപ്പ് തുറന്നിട്ട് വെള്ളം അങ്ങനെ കളയുന്നുണ്ടാവും. ഒരു കാല് കഴുകണേ 3 പ്രാവശ്യം, ആ കാല് കഴുകിയിട്ട് ഒരു കുളിക്കുകയാണ് എന്ന് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു ചുറ്റുപാട് ചിലപ്പോഴൊക്കെ ഉണ്ട്. അത് കുട്ടികളെ കാണുമ്പോൾ ആരെങ്കിലും പറയും, പക്ഷെ കുട്ടികൾ നല്ല വലിയവരുന്നും അല്ലാത്തവരുന്നും ഒക്കെയും അത് പലപ്പോഴായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരാറില്ലേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക.
ഇത് മനസ്സിലാക്കിയ ഇത് മുതൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, അറിയിച്ചു കൊടുക്കുക നന്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യും. അപ്പൊ ആ വിഷയമാണ് നമുക്ക് ഇപ്പോൾ തരുന്ന പാഠം. ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഈ തത്തിഫായിദത്തുൻ യഹ്റുമു തതഹുറു, ശ്രദ്ധിച്ചോളി. യഹ്റുമു ഹറാമാണ്. എന്താ പറഞ്ഞാൽ ഹറാം പറഞ്ഞാൽ ചെയ്താൽ കഠിന ശിക്ഷ അല്ലെ, ഉപേക്ഷിച്ചാൽ നല്ല കൂലി. ആ തതഹുറു ശുദ്ധീകരണം ഹറാമാണ്. ബിൽ മുസബ്ബലി വഖഫ് ചെയ്ത വെള്ളം കൊണ്ട് എന്നർത്ഥം വെക്കാം. അതല്ലെങ്കിൽ പൊതു ആവശ്യത്തിന് വേണ്ടി വെച്ച വെള്ളം, അതായത് പിന്നെ അതുപോലെ മുസബ്ബലായ വെള്ളം എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്ത വെള്ളം, സാമൂഹിക ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ച വെള്ളം, വഖഫ് ചെയ്ത വെള്ളം. ഷുറുബിന് വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം കൊണ്ട് ചെയ്യൽ ഹറാമാണ്. അപ്പൊ മുസബ്ബലായ വെള്ളം കൊണ്ട് ചെയ്യൽ ഹറാമാണ്. അപ്പൊ അതിന്റെ കൂടെ ഒന്നുകൂടി മനസ്സിലായിക്കോളി. ഇനി ഒരാള് വെള്ളം ഗസ്ബ് ചെയ്തു, കവർച്ച ചെയ്തെടുത്തു. അദ്ദേഹത്തിന്റെ വെള്ളമല്ല, മറ്റൊരാളുടെ വെള്ളമാണ്. അപ്പൊ ഡ്രമ്മിലാണ് മറിച്ചിരുന്നു, പതുക്കെ എന്താക്കി ഡമ്മിന്ന് മറിച്ചു. അങ്ങനെ എടുത്താൽ അതിലും ഏത് വരും? ഈ ഹറാമ് നിലനിൽക്കും. വളരെ ശ്രദ്ധിക്കണം. പക്ഷെ അപ്പൊ വുളൂ സഹീഹാകുമോ എന്ന് ചോദിച്ചാൽ വുളൂ സഹീഹാകും, പക്ഷെ ഹറാമ് അവിടെയുണ്ട് എന്നർത്ഥം. ഷുർബിന് വേണ്ടി വെച്ചതാണ്, ആ വെള്ളം കൊണ്ട് എടുക്കല് ഹറാമാണ്. പക്ഷെ വുളൂവിന്റെ സിഹത്തുണ്ടോ ഇല്ലെന്ന് വെച്ചാൽ വുളൂ സഹീഹാവും. അതേപോലെ തന്നെ മഗ്സൂബായ വെള്ളം, അതായത് കവർച്ച ചെയ്ത വെള്ളം കൊണ്ട് എടുക്കലും ഹറാമാണ്. പക്ഷെ വുളൂവിന്റെ സിഹത്തുണ്ടോ? വുളൂ സഹിയാവും. കാരണം വുളൂവിന് പറഞ്ഞ ശുറൂത്തുകൾ മുഖം കഴുകല്, രണ്ട് കൈ കഴുകുക, തല തടവുക, ഇതല്ല പറഞ്ഞത് ഉണ്ടെങ്കിൽ ശരിയാവും. ഇതുപോലെ തന്നെ ഹറാമാണ്. വക്കത ഇതുപോലെ തന്നെ ഹറാമാണ്. ബിമാഇൻ ഒരു വെള്ളത്തെ ഉപയോഗിക്കൽ ഹറാമാണ്. ജഹില ഹാലുഹു ആ വെള്ളത്തിന്റെ ഹാല് ജഹിലായി, ആ വെള്ളം ഇത് മുസബ്ബലാണോ ഗൈറു മുസബ്ബലാണോ എന്നറിയില്ല. അതായത് കുടിക്കാൻ വേണ്ടി വെച്ചതാണോ എന്നറിയില്ല, അതായത് ആരെങ്കിലും എവിടെന്നെങ്കിലും കവർ ചെയ്ത് കൊണ്ടുവച്ചു, ഇതൊന്നും അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അതെടുക്കലും ഏതാണ്? ഹറാമാണ്. അതായത് വക്കദാ യഹ്റുമു തതഹുറു ബിമാഇൻ ലം യദിരി ഹൽ ഹുവ മുസബ്ബലുൽ ലിശ്ശുർബി ഔ ലിത്തതഹുരി എന്നർത്ഥം. ഇങ്ങനെയാണോ എന്ന് അറിയാത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ചിലപ്പോ ആ വെള്ളം എന്തായിരിക്കും? സിഖായാത്തിന് വെച്ചതാക്കാരം. ഷുർബ് അല്ലാത്ത സിഖായാത്തുണ്ട്, നമ്മൾ കുടിക്കാനുള്ള ജീവികൾക്കോ മറ്റോ കുടിക്കാനൊക്കെ വെച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, എടുക്കാൻ പാടില്ല. ഇതൊക്കെ ഷെയ്ഖ് തമ്പദാവി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അതുപോലെ തന്നെ ജവാനി, ഇവര് ഒക്കെയും ഇതിനെക്കുറിച്ച് വലിയ വിശദീകരണങ്ങളുമായിട്ട് ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഷറഹ് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അറിയില്ല ആ വെള്ളം മൗഖൂഫാണ് ഷുർബിന് അല്ല വുളൂഇന് വേണ്ടിയിട്ടാണോ, അതോ വുജൂബായ കുളിക്കാണോ, അതിൽ സുന്നത്തായ കുളിക്കാണോ, അല്ലെ നജസ് കഴുകാനാണോ എന്നൊക്കെയുള്ളത് വന്നാൽ അവിടെ നോക്കണം ആ വെള്ളം ഏതിനു വേണ്ടിയിട്ട് വെക്കപ്പെട്ടതാണ് എന്നതിലേക്കുള്ള കരീനത്താണ് ഉള്ളത് എങ്കിൽ ഒരു സൂചന നമുക്കുണ്ട്. ഒരു സ്ഥലം അത് കുറച്ച് വെള്ളം, ആ വെള്ളം അവിടെ കുറച്ച് പിന്നെ മേഞ്ഞു നിന്ന മൃഗങ്ങളും മറ്റുമൊക്കെ ചുറ്റുഭാഗത്തു കൂടി ഉണ്ട് താനും. ഇടയ്ക്കൊക്കെ വെള്ളത്തിലേക്ക് കുടിക്കാൻ വേണ്ടി, അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്തിനു വെച്ചതാവും? അവിടെ മേഞ്ഞു നിന്ന ഈ കാലികൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. മനസ്സിലായി. കാരണം അവറ്റകൾ അപ്പോൾ അവിടേക്ക് വരുന്നുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഈ രജസോ മറ്റോ ഒക്കെ ആയിട്ട് ആളുകൾ അതിനൊക്കെ എടുക്കാനും വൃത്തിയാക്കാനും വരുന്നൊരു ചുറ്റുപാട് ഹാല് കൊണ്ട് മനസ്സിലായി അവിടുത്തെ സ്ഥലവും പരിസരവും. അപ്പൊ മനസ്സിലാക്കാതെ അങ്ങനെയാണ്. അതല്ലെങ്കിൽ ഇത് കുളിക്കാൻ വേണ്ടി വെച്ചതാണ്, അല്ലെങ്കിൽ ഇത് കുടിക്കാൻ വേണ്ടി വെച്ച, ഇങ്ങനെ എന്താണെന്ന് തിരിയാത്ത ഒരു അവസ്ഥയിൽ അവിടുത്തെ കരീനത്തി എന്ന് പറയും, അവിടുത്തെ അവസ്ഥ, അവിടുത്തെ ഹാല് അതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയും. ഇപ്പോ ഒരാള് പിന്നെ ഒരു ബനിയൻ ഇട്ടിക്കുന്നു, ഒരു മുണ്ടെടുത്തിട്ട് മുട്ടിന് താഴെ മടക്കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം ഗൾഫിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊന്നുമല്ല, അതല്ലെങ്കിൽ ഇദ്ദേഹം എവിടെ ഹോസ്പിറ്റലിലേക്ക് പോകാനല്ല, ഇയാൾ പാടത്തേക്ക് എടുക്ക പോകാനാണ്. അപ്പൊ ഇതാണ് കരീനത്ത്. ആ ഹാല് നമുക്ക് പഠിപ്പിച്ചു തരും, അറിയിച്ചു തരും. മനസ്സിലാണ്ടല്ലോ? അപ്പൊ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ചെറിയ ഉദാഹരണം ഞങ്ങൾ മുമ്പിലിട്ടാണ്. ഉദാഹരണങ്ങൾ മനസ്സിലായിട്ട് വേറെ ഉദാഹരണം നമുക്ക് കൊണ്ടുവരാം, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ അതാണ് ഔ ജഹില ഹാലുഹു, ആ വെള്ളത്തിന്റെ ഹാല് അറിയാതെ വന്നു. അങ്ങനെ വന്നാൽ ആ വെള്ളം ഉപയോഗിക്കലും ഹറാമാണ്. അലൽ ഔജുഹി എന്ന് പറഞ്ഞാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം, അതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എതിർവശം പറ്റും എന്നുണ്ട്. കാരണം ഹാല അറിയാത്തതല്ല, അപ്പൊ രണ്ടു വശം ഉണ്ടല്ലോ എന്നാലൊക്കെ അതിന്റെ അഭിപ്രായം വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹറാമാണ് വക്കദ ഹംലു ശൈഇൻ മിനൽ മുസബ്ബലി,
മുസബ്ബലായ വെള്ളത്തെ ഹംല് എടുത്തു കൊണ്ടുപോവുക. എവിടേക്ക്? ഇലാ ഗൈരി മഹല്ലിഹി, അതിന്റെ മഹല്ലല്ലാത്തടത്തേക്ക്. അപ്പൊ വുളു ചെയ്യാൻ വേണ്ടി പള്ളിയിൽ വെച്ച വെള്ളമാണെങ്കിൽ അവിടുന്ന് പാട്ടിയിലും കോരിയിലും ഒക്കെ കോരിയിട്ട് അത് ഖബർസ്ഥാനിലേക്കും മറ്റെവിടേക്കും കൊണ്ടുപോകും. പക്ഷെ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് അവിടെ അത് വഖഫില് നിയത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് വെള്ളം എടുക്കാറ്. ഇതുകൂടി മനസ്സിലാക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അപ്പൊ മറ്റ് മഹല്ലേക്ക്, വീട്ടിലേക്ക് കഴുകാന്, കുളിക്കാന്, അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകൽ ഹറാമാണ് എന്ന് വേണം എന്നതാണ് ഇപ്രകാരം നമ്മൾ പറഞ്ഞല്ലോ, ഷുറുബിന് വേണ്ടി കുടിക്കാനും വേണ്ടിയിട്ട് മുസബ്ബലായ വെള്ളം എടുക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ ഒരു വെള്ളത്തിന്റെ അവസ്ഥ അറിയാതെ വന്നു, അതെടുക്കലും ഹറാമാണ് എന്നതുപോലെ തന്നെയാണ് വെള്ളത്തെ അവിടുന്ന് എടുത്തു കൊണ്ടുപോകലും ഹറാമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക്. ഇനി ശ്രദ്ധിക്കണം മറ്റൊന്ന്, വല്യഖ്തസിർ ഹത്മൻ അലാ ഗസ്ലിൻ ഔ മസ്ഹൻ വാജിബിൻ എന്നാണ്. ഫലാ യജൂസു തസ്ലീസുൻ. അപ്പോ ഇങ്ങനെ വെക്കണം. എപ്പോ? ഒരാൾ വുളു എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ ബാങ്ക് കൊടുത്തിട്ട് ടൈം ഇപ്പൊ കഴിയും. ളുഹറിന്റെ ടൈം ഇപ്പോ ഏകദേശം ഇപ്പോൾ 4:15 ബാങ്ക്. അപ്പൊ 4:10 ഒരാൾ വുളു എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ നിസ്കരിക്കാനും എല്ലാറ്റും കൂടി സമയമില്ല. അല്ലെങ്കിൽ 4:05 കൂട്ടിക്കൊള്ളു. ഇവിടേക്ക് എന്ത് ചെയ്യണം? സുന്നത്തെടുത്ത് 3 പ്രാവശ്യം എടുത്ത് അതിൽ പറയുന്ന ദിക്റുകൾ, ഔറാദുകൾ കൊണ്ടുവന്ന് ശേഷമുള്ള പ്രാർത്ഥനകൾ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഔറാദുകളോ അല്ലെങ്കിൽ സുന്നത്തുകളോ പൂർത്തീകരിക്കാൻ പാടില്ല. പെട്ടെന്ന് ഫർള് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ വുളു പൂർത്തിയാക്കുകയും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും വേണം. മനസ്സിലാണ്ടല്ലോ? അതാണ് വല്യഖ്തസിർ, അതായത് അൽ മുത്തവദ്ദിഉ എന്നർത്ഥം. അൽ മുത്തവദ്ദി, വുളു ചെയ്യുന്ന ആള് ചുരുക്കിക്കൊള്ളട്ടെ. ഹത്മൻ, നിർബന്ധമായിട്ടും. വുജൂബൻ, എന്തിന്റെ മേല് ചുരുട്ടിടല? ഗസ്ലിൻ, കഴുകുന്നതിന്റെ മേല്. ഔ മസ്ഹൻ, അല്ലെ തടയുന്നതിന്റെ മേല്. എങ്ങനത്തെ കഴുകലും തടവലുമാണ് വാജിബിന്? വാജിബായ ഗസ്ല്, മസ്ഹ, അതിന്റെ മേല് അവൻ തുടരുത് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ എന്താക്കുക? ഉരുട്ടിപ്പിടിച്ച് മനസ്സിലാക്കി തരാം. ഫലാ യജൂസു തസ്ലീസുൻ, 3 പ്രാവശ്യം ചെയ്യൽ അനുവദനീയമല്ല എന്നപ്പോ പറഞ്ഞത്. മനസ്സിലാണ്ടല്ലോ? 3 പ്രാവശ്യം ചെയ്യൽ അനുവദനീയമല്ല. അപ്പോ 1 പ്രാവശ്യം വിറല് മാത്രം എടുക്കട്ടെ. പിന്നെ എന്തും കൊണ്ടുവരരുത്. വല ഇച്ചിയാനി ബിസായിരി സുനനി, മറ്റു സുന്നത്തുകളെയും കൊണ്ടുവരരുത്. വല സാരി സുനനി, അതായത് പിന്നെ ഫേലിയായതുണ്ട്, അല്ലെങ്കിൽ കൗലിയായതുണ്ട്. ഫേലിയായത് എന്ന് പറഞ്ഞാല് മലത്ത്, ഇസ്തിൻഷാക്ക്, മൂക്കിൽ വെള്ളം കയറ്റിച്ചില്, അല്ലെ വയൽ വെള്ളം കുപ്പിളിക്കാം. കൗലിയായതാണ് നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ കൂടെ വന്നിട്ടുള്ള ഔറാദുകളൊക്കെ, വിറുതുകൾ, അതായത് ദുആകള്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരുത്. എപ്പോൾ അവൻ ചുരുക്കിക്കൊള്ളട്ടെ. അവർക്കാണ് ബന്ധം. വക്ത് കുടുസായതിന് വേണ്ടി ടൈമില്ല, ടൈം ഇപ്പൊ കഴിയും. അപ്പൊ നിസ്കാരത്തെ മുഴുവനും ആ ടൈമിൽ എത്തിക്കാനുള്ള ടൈം ഇല്ലാതെ വരുമ്പോൾ, അതാണ് അനിദറാക്കി സ്വലാത്തി കുല്ലിഹ, നിസ്കാരത്തിന്റെ റക്അത്തുകൾ മുഴുവനും എത്തിക്കലിന് തൊട്ട് സമയം കുടുസായതിന് വേണ്ടി ഫീഹി, ആ ടൈമിൽ. ഇങ്ങനെ ചെയ്യരുത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? കമാ സറഹ ബിഹി, ഈ മസ്അല കൊണ്ട് വളരെ വ്യക്തമായി ഉറപ്പിച്ചു പറഞ്ഞു അൽ ബഗവിയു വഗൈറു, ഇമാം ബഗവി തങ്ങളും മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അൽ മുത്തഖിറ, പിന്നെ വന്നിട്ടുള്ള പണ്ഡിതന്മാർ മുഴുവനും ആ അഭിപ്രായത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്തു. അവിടെ സ്റ്റേജ് കെട്ടാൻ പോയിട്ടില്ല. ആ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു അവരൊക്കെ അതിന്റെ മേലിൽ നിന്നു. പക്ഷെങ്കിൽ ലാക്കിൻ അഫ്താഫി ഫവാത്തി സ്വലാത്തി, നിസ്കാരം പാഴാകും എന്നതിലൊരു ഫത്വ വന്നിട്ടുണ്ട്. എങ്ങനെ? ലൗ അക്മല സുനനഹ, സുന്നത്തുകളെ കൊണ്ടുവരികയാണെങ്കിൽ, ആ സുന്നത്തുകളെ അവൻ കൊണ്ടുവരൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ സുന്നത്തൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിസ്കാരം പാഴാവും. ഇപ്പൊ വുളുഇല് പറഞ്ഞ സുന്നത്തുകൾ 3 പ്രാവശ്യം എടുക്കുന്നു, ആ ദുആകൾ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയും തെക്മീലത്ത് ചെയ്യുകയാണെങ്കിൽ നിസ്കാരം പാഴാകൽ വരും. അങ്ങനെ വരുന്ന ഒരു വിഷയത്തിൽ ഒരു ഫത്വ വന്നിട്ടുണ്ട്. വലൗലം എതിരക്ക് റക്കായത്തുൻ, ചിലപ്പോൾ റക്കായത്ത് തന്നെ കിട്ടുകയില്ല. വഖദ് യുഫ്റഖു ബി അന്നഹു സുമ്മസ്തഗല ബിൽ മഖ്സൂദി ഫകഅന്നഹു, അതാണ്. അതായത് ഇപ്പൊ വിഷയം ഒന്ന് ചുരുക്കി പറയാം. അതായത് സുന്നത്തുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് കൊണ്ടുവരുന്നതിൽ നിസ്കാരം കിട്ടുകയില്ല. അപ്പൊ അങ്ങനെ വന്നതിലൊരു ഫത്വ ചോദിച്ചു, ഒരു ഫത്വ വന്നിട്ട് ഉണ്ട്. എന്താണ് ആ ഫത്വ എന്നറിയുമോ? അതായത് ഒരാൾ നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് തുടങ്ങി. ഫാത്തിഹ കഴിഞ്ഞിട്ട് ശേഷം അൽ ബഖറയിലേക്കാണ് തുടങ്ങി. അൽ ബഖറ തുടങ്ങിയിട്ട് അദ്ദേഹം അങ്ങനെ ഓതി പോയിട്ട് സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഓത്ത് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ സുബഹ നിസ്കാരാണെങ്കിലോ 1 റക്അത്ത് കഴിഞ്ഞിട്ടില്ല.
ഇങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിന് ആ ദിവസത്തിലുള്ള ളുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്, ആ പിറ്റത്തെ സുബഹിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന് ഈ നിസ്കാരങ്ങളൊക്കെ ഖളാ ആയിട്ടുണ്ടോ അതാ ആയിട്ടുണ്ടോ? അപ്പോ അങ്ങനെ ഖിറാഅത്ത് നീട്ടിയാൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പണിഷ്മെന്റും ഇല്ല, അദ്ദേഹത്തിന് ഒന്നും ഖളാ ആയിട്ടില്ല. എന്താണ്? അദ്ദേഹം ഈ ടൈം മുഴുവൻ നിസ്കാരത്തിൽ തന്നെയാണ്, നിസ്കാരത്തിൽ മദ്യ ചെയ്തെന്നുള്ളൂ, എന്ത് ഖിറാഅത്തിനെ നീട്ടിയെന്നുള്ളൂ, അങ്ങനെയല്ലേ? അപ്പൊ ഖിറാഅത്തിനെ നീട്ടുകയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരക്കാരനോട് ഈ നിസ്കാരത്തെ ഖളാ ആക്കി എന്ന് അദ്ദേഹത്തോട് പറയുകയില്ല. കാരണം എന്തുകൊണ്ട്? അദ്ദേഹം ഈ ടൈം മുഴുവൻ നിസ്കാരത്തിലാണ് എന്ന അടിസ്ഥാനം കൊണ്ട്. എന്നതുപോലെയാണ് സുന്നത്തിനെ കൊണ്ടുവന്നാൽ എന്ന് ഒരു ഫത്വ വന്നിട്ടുണ്ട്. ആ ഫത്വ കൂടി നമുക്ക് അറിയിച്ചെന്നാണ്. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇങ്ങനെ നിസ്കാരത്തിൽ സുന്നത്തുകളൊക്കെ ഉൾപ്പെട്ടു അങ്ങനെ എന്തായി കുറച്ച് പാഴായി എങ്കിലും എന്താവേണ്ട, ഒരു ബേജാറിൽ നിന്ന് ക്ലേശം രക്ഷപ്പെടാം. ഇങ്ങനെ ഒരു ഫത്വയും വന്നിട്ടുണ്ട്, ആ ഫത്വയെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. പിന്നെ എന്തല്ല, ഈ ഫത്വ എടുത്തിട്ടുണ്ടാക്കണ ആമായിട്ട് പറയേണ്ടതില്ല, മസല ഇത് തന്നെയാണ്, പെട്ടെന്ന് എടുക്കണം എന്നാണ്. പക്ഷെ ഇങ്ങനെയും ഒരു ഫത്വ അവിടെ വന്നിട്ടുണ്ട്, ഈ മസലയെ പിന്നെ ഖിയാസാക്കിയത് ഖിറാഅത്ത് നീട്ടുന്നതിലേക്കാണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ പറയുന്നത്. നമുക്ക് നോക്കാം. ലാക്കിൻ നിഷ്കുലു അലാമ ദക്കറ ഹുനാ എന്നർത്ഥം. ഇഫ്താഉൽ ബഗവി നഫ്സു ഫി സ്വലാത്തി. ഇമാം ബഗവി തങ്ങളുടെ ഒരു ഫത്വ നമുക്ക് ചെറിയൊരു ഇഷ്കാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ജമീനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് മദ്ദൽ ഖിറാഅത്തിനെ നീട്ടിയത് പോലെയാണ് എന്നുള്ള ഒരു മസല അങ്ങനെ ഒരു വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ ഇവിടെ അപ്പോൾ ഇമാം ബഗവി തങ്ങളുടെ ഫത്വ തന്നെയാണ് നമ്മൾ മേലെ പറഞ്ഞത്. ഇങ്ങനെയാവുമ്പോൾ ലീഖുൽ വഖ്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഒരു ഫത്വ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്താണ്? സുന്നത്തുകളെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടുവന്നു ഒരു റക്അത്തും കിട്ടിയിട്ട് ഇല്ലെങ്കിൽ അത് പിന്നെ ഖിറാഅത്തിൽ നീട്ടിയത് പോലെയാണ് എന്ന് ശേഷം ഇബാറത്ത് പറയണ്ട. അപ്പോ ഇങ്ങനെ വന്ന ഒരു ഫത്വ, അതായത് ലാക്കിൻ നഫ്താഫി ഫവാത്തി സ്വലാത്തി, നിസ്കാരം പാഴാകുന്നതിൽ കൊടുത്ത ഫത്വയാവുന്നത് എപ്പോൾ ലൗ അക്മല സുനനഹ, ആ നിസ്കാരത്തിന്റെ സുന്നത്തുകളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ സുന്നത്തുകളെ അവൻ കൊണ്ടുവരലുകൊണ്ട് ഏത് സ്ഥിതിയിൽ വലൗലം യുദരിക്ക റക്അത്തൻ, ഒരു റക്അത്തിന് അവൻ എത്തിച്ചിട്ട് ഇല്ല എങ്കിലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഒരു റക്അത്തിനെയും കിട്ടിയിട്ട് ഇല്ല, അങ്ങനെ വന്നാലും ആ സുന്നത്തിനെ അവന് കൊണ്ടുവന്നാൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ നിസ്കാരം പാഴാകുന്ന വിഷയത്തിൽ വന്ന ഒരു ഫത്വയുണ്ട്. ആ ഫത്വ അതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് കുഴപ്പമില്ല എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, വഖദ് യുഫ്റഖു, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഫർക്ക് പറയണം. എങ്ങനെ? മേലെ പറഞ്ഞു ലീഖ് വഖ്തൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം, പിന്നെ പെട്ടെന്ന് ഫർളുകളൊക്കെ കൊടുത്തിട്ട് ചെയ്യണം. ഇവിടെ പറഞ്ഞു സുന്നത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ അത് അതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കണം, ആ ഫത്വ വന്നത് നേരത്തെ പറഞ്ഞ ഫത്വന്റെ എതിരാണെന്ന്. അപ്പൊ അതിന്റെ ഫർക്കാക്കൽ എങ്ങനെയാണ്? പിന്നെ കാര്യം സുമ്മഷ്തഗല ബിൽ മഖ്സൂദി എന്ന് അവിടെ മനസ്സിലാക്കണം. അതായത് ഇവൻ ഈ സുന്നത്തുകളൊക്കെ പൂർത്തീകരിച്ചു, പിന്നെ അവൻ ബിദ്ദാത്ത് മഖ്സൂദ നിസ്കാരത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ വരുമ്പോൾ ഫക്കാന കമാലോ മദ്ദ ഫിൽ ഖിറാഅത്തി, ഖിറാഅത്തിൽ നീട്ടിയവനെ പോലെ ആയി എന്ന അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞത്. അതായത് മറ്റേ ആള് ബിദ്ദാത്ത് മഖ്സൂദിലേക്ക് പ്രവേശിച്ചിട്ട് ഇല്ല എന്ന് ഒരു ഹൈസിയത്ത് അവിടെ വെച്ചു കൊടുക്കുക. ബിദ്ദാത്ത് മഖ്സൂദ് എന്ന് പറഞ്ഞാല് നിസ്കാരം പിന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി നിന്നു, പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ എന്തായിട്ട് ഇല്ല, നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് കടന്നിട്ടില്ല എന്ന നിലക്ക് കൊടുക്കണം. മാത്രവുമല്ല അവിടെ വേറൊരു ഫർക്കും കൂടി പറയുന്നുണ്ട്. അങ്ങനെ സമയം ദൈർഘ്യമാവുകയും അവൻ സുന്നത്തുകൾ എടുത്തു, അപ്പോഴാണ് അവന് ബോധം വന്നത് പടച്ചോന് സമയം കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവൻ ഇഗ്തിഫാർ ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ ഞാൻ ഇങ്ങനെ അറിയാതെ ചെയ്തു പോയല്ലോ. അങ്ങനെ ഒരു ഇസ്തിഗ്ഫാർ ചെയ്തിട്ടാണ് പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത് എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആ സുന്നത്ത് കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്ന് പിന്നെ അതിനുശേഷം അതിനെ രണ്ട് മസലയും ഫർക്കാക്കിയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഒന്നുകൂടി പറയാം. അതായത് നിസ്കാരത്തിന്റെ ടൈം കുടുസാകാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫർദ് മാത്രം എടുത്തുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇത് ഫൗത്തായി പോകും. അവ ചുരുക്കൽ നിർബന്ധമാണ് എന്ന് വുജൂബാണ്. അപ്പൊ വുജൂബിന് എതിരിലാവുമ്പോൾ പിന്നെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോലെ ഹറാമെന്ന് അവിടെ മസല കിട്ടും. അപ്പൊ ഇതേ അടിസ്ഥാനത്തിൽ തന്നെ ഒരു മസല ചോദിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഫത്വ വന്നിട്ടുണ്ട്, അങ്ങനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ നീട്ടിയത് പോലെയാണ് എന്ന്. അപ്പൊ ഈ നിസ്കാരത്തിൽ നീട്ടിയത് പോലെയാണ് എന്ന് പറഞ്ഞതിനെയും ഇതിനെയും എങ്ങനെയാണ് ഫർക്കാക്കല്? അപ്പൊ ആ ഫർക്കാക്കണതിനെയും പിന്നെ തിരിച്ചു തരുന്ന വസ്തുത ഇങ്ങനെയാണ്. ആദ്യത്തെ സ്ഥലത്ത് അദ്ദേഹം ബിദാത്ത് മഖ്സൂദിലേക്ക് പ്രവേശിക്കുക എന്നുള്ള നിയ്യത്തല്ല, അദ്ദേഹം ആ വുളു അങ്ങോട്ട് എടുത്തുപോയി, അങ്ങനെയാണ്.
അങ്ങനെ എടുത്തുപോയി. വുളു അങ്ങനെ എടുത്തുകൊണ്ട് പൂർത്തിയാക്കി. അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന എന്നുള്ള കസ്ത് അവിടെ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലില്ല. പക്ഷേ വുളു എടുത്ത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ഇസ്തിഗ്ഫാർ ചെയ്തു. അപ്പൊ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? ഒരിടത്ത് ഇസ്തിഗ്ഫാർ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ വന്ന ഫത്വയാണ് ആ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഫത്വ എടുത്ത് അമല് ചെയ്യേണ്ട ഫത്വ ഇത് തന്നെയാണ്. സമയം കുടുസാകുന്നു എന്ന് കണ്ടാൽ ഫർള് മാത്രം എടുത്ത് പെട്ടെന്ന് വുളു ചെയ്ത് വരിക എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് പ്രതിപാദിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.